ഇന്ന് നമുക്ക് ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മീര എന്നൊരു പെൺകുട്ടി. അവൾക്ക് 18 വയസ്സുണ്ട്. പക്ഷേ അവൾ +2 പഠിക്കുന്നത്. അവൾക്ക് അവളുടെ ക്ലാസ്സിലെ ശ്രീനിവാസ് എന്ന പയ്യനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു മീര. എന്നാൽ അവനോടുള്ള ആ ഒരു പ്രണയം മാറി ഫിസിക്കൽ റിലേഷനിലും എത്തും. അത് യഥാർത്ഥത്തിൽ പ്രണയമാണോ അതോ ആ ഒരു ഏജിൽ തോന്നുന്ന വെറും ഒരു അട്രാക്ഷൻ മാത്രമാണോ എന്നൊന്നും അവൾക്കറിയില്ല. ടീനേജ് പ്രായത്തിൽ പെൺകുട്ടികൾക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറയുന്ന ഈ ഒരു സിനിമയുടെ കഥയിലേക്ക് നമുക്ക് കടന്നാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്കൂളിൽ അസംബ്ലി നടക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ മീര എന്ന പെൺകുട്ടിയെ മുന്നിലേക്ക് ക്ഷണിക്കും. അതെന്തെന്നാൽ മീരയാണ് സ്കൂൾ ടോപ്പർ ആയതിനാൽ മീരയെ തന്നെ സ്കൂൾ ലീഡറായും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മീര തനിക്ക് പറയാനുള്ളതെല്ലാം അസംബ്ലിയിൽ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ ക്ലാസ്സിലേക്കും വരും. മീരയാണ് ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നതും. എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയം ഒരു മാർക്ക് കുറഞ്ഞപ്പോഴും സാറാണെങ്കിൽ നന്നായി പഠിച്ച് ആ ഒരു മാർക്കും കൂടി നീ വാങ്ങിയെടുക്കണമെന്നും പറയും. മാത്രമല്ല ആ ക്ലാസ്സിൽ ഒരു കാർത്തിക് എന്നൊരു പയ്യനുണ്ട്. ഈ കാർത്തിക്കിന് മീരയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവളോടത് പറഞ്ഞിട്ടുമില്ല. മാത്രമല്ല ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു പയ്യനുമുണ്ട്. ഈ ശ്രീനിവാസ് ആണെങ്കിൽ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ അവൻ എത്ര ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞാലും അവന് ഒരു വകയും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ മാർക്കൊക്കെ വരുമ്പോൾ അവന് നല്ല കുറവുമാണ്. അതുകൊണ്ട് ശ്രീനിവാസിനോട് ടീച്ചേഴ്സൊക്കെ നീ ഏത് ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നല്ല മാർക്ക് വേണമെന്നൊക്കെ പറയും. ഈ ശ്രീനിവാസിനും ചെറുതായിട്ട് നമ്മുടെ മീരയെ ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെ മീരയാണെങ്കിൽ നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ഒട്ടിക്കുവാനായി പോകും. ശ്രീനിവാസും അവിടേക്ക് വരികയാണ്. അന്നാണ് അവർ ആദ്യമായിട്ട് സംസാരിക്കുന്നതും. ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ച് ശ്രീനിവാസ് അവളെ ഹെൽപ്പ് ചെയ്യും. അവളാണെങ്കിലും ചിരിച്ചുകൊണ്ട് അതിന് ഓക്കെ പറയും. നോട്ടീസ് ഒട്ടിക്കുന്നതിനിടയിൽ ശ്രീനിവാസ് ആണെങ്കിൽ അവളുടെ കയ്യിൽ ടച്ച് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അതെല്ലാം മീര എൻജോയ് ചെയ്യും. എന്നാൽ അന്നേ ദിവസം തന്നെ മീരയുടെ അമ്മയായ അനിലയാണെങ്കിൽ സ്കൂളിലേക്ക് വരികയാണ്. ഈ അനിലയും ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നതും. തന്റെ മകളായ മീര സ്കൂൾ ലീഡർ ആയതിന്റെ സന്തോഷത്തിൽ സ്വീറ്റ്സും വാങ്ങിയാണ് സ്കൂളിലേക്ക് വന്നതും. എന്നാൽ മീരയ്ക്ക് അതൊന്നും ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എല്ലാവരുടെയും മുന്നിൽ എനിക്ക് എന്തോ പോലെയാ അമ്മ വീട്ടിലേക്ക് പോകുവാനായും പറഞ്ഞ് അനിലയെ അവിടെ നിന്ന് പറഞ്ഞുവിടും. സ്കൂളിൽ ജൂനിയേഴ്സ് പിള്ളേർക്ക് വേണ്ടിയിട്ട് നക്ഷത്രമൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം അവിടെ റെഡിയാക്കുകയായിരുന്നു. ശ്രീനിവാസാണ് അതിന് മുൻകൈ എടുത്ത് നിൽക്കുന്നതും. ടീച്ചേഴ്സ് ആണെങ്കിൽ മീരയും അതിനെ ഹെൽപ്പ് ചെയ്യുവാനായി പറഞ്ഞു. അന്ന് നേരം ഇരട്ടിയ സമയമായിരുന്നു. എല്ലാവരും നക്ഷത്രമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം ടീച്ചർ അവിടേക്ക് വന്നിട്ട് എന്തായി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മീരയാണെങ്കിൽ ഇല്ല, നടക്കുന്നതേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ ടീച്ചർ ആണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ്യ്, എല്ലാം കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ഒക്കെ പൂട്ടിയിട്ട് ചാവി എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടേ പോകാവൂ എന്ന് പറയും. എന്നാൽ എല്ലാ കുട്ടികളും നക്ഷത്രമൊക്കെ നോക്കിക്കഴിഞ്ഞതും മീരയാണെങ്കിൽ എല്ലാവരോടും പോകുവാനായും പറഞ്ഞു. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും പറക്കി വെക്കാനായിട്ട് ശ്രീനിവാസിനെ സഹായിച്ചത് മീരയായിരുന്നു. ശ്രീനിവാസ് മീരയോട് ചോദിക്കും, ഇപ്പോൾ തന്നെ പോകണോ, കുറച്ചു നേരം നമുക്കൊന്നിവിടെ ഇരുന്നാലോ എന്ന് ചോദിക്കും. മീരയും അതിന് സമ്മതിക്കും. മീരയുടെ മനസ്സിൽ ശ്രീനിവാസിനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. ഒന്നാമത് അവർ രണ്ടുപേരും ആ ഒരു പ്രായമാണല്ലോ. രണ്ടുപേരും ടെറസിൽ തന്നെ ഇരിക്കും. ശ്രീനിവാസ് ആണെങ്കിൽ അവൾക്ക് തണുക്കുന്നതിനാൽ സ്വെറ്ററൊക്കെ അവളുടെ ദേഹത്ത് മൂടിക്കൊടുക്കുന്നുണ്ട്. ശ്രീനിവാസ് ചോദിക്കും, ഞാൻ നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ അതൊന്നും മറുത്തൊന്നും പറയാതെ എന്നോടൊപ്പം ഇവിടെ ഇരുന്നത്? മീര പറയും, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ എനിക്ക് നിന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് പറയും. സമയം ഒരുപാടായതിനാൽ മീര പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ശ്രീനിവാസ ചോദിക്കും, ഒരു കിസ് തന്നോടെ? പക്ഷേ മീരയാണെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയും. എന്നാലും മീരയുടെ മനസ്സിൽ ഒരു താല്പര്യമൊക്കെയുണ്ട്. എന്നാൽ മീര അവനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് അവന്റെ കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് മീര അവിടെ നിന്ന് ഓടിപ്പോകുന്നതും. ശ്രീനിവാസിന് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അന്നേ ദിവസം ഹോസ്റ്റൽ റൂമിലേക്ക് എത്തിയ മീരയോട് കൂട്ടുകാരിയെ പ്രിയാണെങ്കിൽ നീ ഇത്രയും നേരം എന്ത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ക്ലാസ് റൂമൊക്കെ പൂട്ടിയിട്ടാ ഞാൻ ഇറങ്ങിയത്, അതാ ലേറ്റ് ആയതെന്നും പറയും. അടുത്ത ദിവസം തന്നെ മീരയെ ടീച്ചർ വിളിക്കുകയാണ്. എന്തെന്നാൽ അന്ന് ക്ലാസ് റൂം പൂട്ടി ചാവി തന്നിട്ടല്ലേ പോകാവൂ എന്ന് പറഞ്ഞത്. മീര അത് മറന്നുപോയി. രാവിലെ ചാവി കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ടീച്ചർ ഒരുപാട് വഴക്ക് പറയും. മാത്രമല്ല മീരയുടെ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളെയും ക്ലാസ് ടീച്ചർ വിളിപ്പിക്കുകയാണ്. അവരുടെയൊക്കെ സ്കർട്ടിന് വലിയ ഇറക്കമൊന്നുമില്ല. മീരയ്ക്കാണെങ്കിൽ നല്ല ഇറക്കമുണ്ട്. മീരയെയും കൂട്ടുകാരി പ്രിയയെയും ചേർന്ന് മുകളിൽ കയറ്റി നിർത്തിയിട്ട് പ്രിയയുടെ സ്കർട്ടിന് ഇറക്കം കുറവായതിനാൽ അവളെ വഴക്ക് പറഞ്ഞിട്ട്, കണ്ടോ മീരയുടെ സ്കർട്ട് കണ്ടോ, അത്രയും ഇറക്കമെങ്കിലും വേണം. പെൺകുട്ടികളൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് താഴെ നിന്ന് ആൺകുട്ടികൾ നോക്കുന്ന സമയത്ത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ടീച്ചർ സ്കർട്ടിന് ഇറക്കം വേണമെന്ന് പറയുന്നതും. വീട്ടിലെത്തി കുളിക്കുകയായിരുന്ന മീരയാണെങ്കിൽ തന്റെ കയ്യിൽ തന്നെ കിസ് ചെയ്യുന്നതായി പ്രാക്ടീസ് ചെയ്യും. അവളുടെ മനസ്സിൽ കിസ് ചെയ്യുന്നതിന് നല്ല താല്പര്യവുമുണ്ടായിരുന്നു. എന്നിട്ട് മുടിയെല്ലാം ചീകി വൃത്തിയായി നിൽക്കുന്ന മീരയാണെങ്കിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാമെന്ന് വിചാരിക്കും.
പാട്ടിട്ട സമയം തന്നെ അവളുടെ അമ്മയായ അനിലയും അകത്തേക്ക് വന്ന് ഡാൻസ് കളിക്കുവാനായി തുടങ്ങി. പക്ഷെ മീരയ്ക്കാണെങ്കിൽ അനിലയുടെ ആ പ്രവൃത്തികളൊന്നും ഒട്ടും ഇഷ്ടമേ ഇല്ല. മകളെ പൊത്തി പൊത്തി വളർത്തുന്ന ഒരമ്മയാണ് അനില. പക്ഷേ അനില അത്രയും മകളെ കെയർ ചെയ്യുന്നത് മീരയ്ക്ക് അത്ര ഇഷ്ടമേ അല്ല. അവൾക്ക് അമ്മ ഒരു ശല്യം പോലെയാണ് തോന്നുന്നതും. മാത്രമല്ല തന്റെ മകളുടെ കാലിലൊക്കെ ഒരുപാട് രോമം വളർന്നതിന് അമ്മ വാക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉറങ്ങാനായി കിടക്കുന്ന മീരയ്ക്കാണെങ്കിൽ മാസ്റ്റർ ബേറ്റ് ചെയ്യുവാനായി തോന്നും. അവൾ അതൊക്കെ ചെയ്ത് എൻജോയ് ചെയ്താണ് അന്നേ ദിവസം കിടന്നുറങ്ങിയതും. മീര +2 പഠിക്കുന്നതെങ്കിലും അവൾക്ക് യഥാർത്ഥത്തിൽ 18 വയസ്സുണ്ട്. അന്നേ ദിവസം തന്നെ മീരയാണെങ്കിൽ ശ്രീനിവാസിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നിനക്ക് ഇതിനു മുമ്പ് പഠിച്ച സ്കൂളിൽ ലവർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സീനിയർ ആയിട്ടുള്ള പെണ്ണിനോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു, അങ്ങനെ കുറച്ചുനാൾ പ്രണയിച്ചു എന്ന കാര്യമൊക്കെ അവൻ പറയും. ഇവർ രണ്ടുപേരും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അനില കേൾക്കുകയായിരുന്നു. അനില റൂമിലേക്ക് വന്ന് നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മീരയാണെങ്കിൽ ആരുമില്ല എന്ന് കള്ളം പറഞ്ഞു. എന്നാൽ വീണ്ടും വീണ്ടും അനില അത് ചോദിച്ചുകൊണ്ടേ നിന്നപ്പോൾ എന്റെ ഫ്രണ്ടാണെന്ന് അവൾ പറഞ്ഞു. ശരി, പോയി കിടന്നുറങ്ങിക്കോ എന്ന് അനില പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിപ്പോകും. അടുത്ത ദിവസം ഫുഡ് കഴിക്കാനായി താഴേക്ക് വന്ന മീരയോട് നീ ഇന്നലെ ആരോടാ സംസാരിച്ചു കൊണ്ടിരുന്നേ? മീര പറയും, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിനോടാണ് സംസാരിച്ചതെന്ന്. എന്നാൽ അനില ചോദിക്കും, നിന്റെ ഫ്രണ്ട് അതൊരു ബോയ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മീരയ്ക്ക് മറുപടിയില്ലായിരുന്നു. ആരാ ആ പയ്യനെന്ന് അനില ചോദിക്കും. അത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീനിവാസ് ആണെന്ന് പറയും. അങ്ങനെ അനിലയാണെങ്കിൽ ശ്രീനിവാസിനെ വിളിച്ചിട്ട് നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീട്ടിലേക്കും വിളിക്കുകയാണ്. ശ്രീനിവാസിനെ ആദ്യം കാണുമ്പോൾ തന്നെ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്നാണ് അനില കരുതിയതും. എന്നാൽ ശ്രീനിവാസ് വീട്ടിലേക്ക് വന്നത് ഒരു കയ്യിൽ ബൊക്കയും ഒക്കെ ആയിട്ടാണ്. ആദ്യം തന്നെ അമ്മയെ കയ്യിലെടുക്കുന്ന വിധമായിരുന്നു ശ്രീനിവാസിന്റെ പെരുമാറ്റവും. എന്നിട്ട് ആന്റി, നിങ്ങളുടെ ഗാർഡനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടാണല്ലോ ആന്റി ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ ശ്രീനിവാസ് പറയും. ശ്രീനിവാസിന്റെ അച്ഛനെയും അമ്മയും പറ്റിയൊക്കെ അനില തിരക്കും. അവർ രണ്ടുപേരും വിദേശത്താണ്. മാത്രമല്ല എന്നെ ഈ ബോർഡിങ്ങിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതിനാൽ എനിക്കിവിടെ ബോറടിക്കുന്നു എന്ന കാര്യവും അവൻ പറയും. എന്നാൽ അതേസമയം തന്നെ മീരയെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അനിലയാണെങ്കിൽ അവനോട് പറയും, ഇന്നലെ രാത്രി നീയല്ലേ എന്റെ മകളെ വിളിച്ച് ഫോണിൽ സംസാരിച്ചത്, എന്റെ മകൾ നന്നായി പഠിക്കണം, അവളുടെ പഠിത്തത്തിലുള്ള ശ്രദ്ധ പോകരുത് എന്ന് പറയുന്ന സമയത്ത് ശ്രീനിവാസ് ആണെങ്കിൽ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ആന്റി എന്ന് അവൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ലാബ് എക്സാം നടക്കുന്ന സമയമായിരുന്നു. മീരയും ലാബിലെത്തി മൈക്രോസ്കോപ്പിലൂടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഓപ്പോസിറ്റ് എന്ന പയ്യന്മാർ അവളെ നോക്കി ചിരിക്കുന്നതും. അവന്മാർ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നത് കേട്ട് കാർത്തിക് ആണെങ്കിൽ അവരെ വഴക്ക് പറയും. കാരണം കാർത്തിക്കിന് മീരയെ ഒരു നോട്ടമുണ്ടല്ലോ. എന്താണ് അവർ പറഞ്ഞു ചിരിക്കുന്നതെന്നാൽ മീര ഇരിക്കുന്ന സമയത്ത് അവളുടെ സ്കർട്ടിന് ഇറക്കം കുറവായതിനാൽ പാന്റീസ് ഒക്കെ കാണാമായിരുന്നു. അത് പറഞ്ഞാണ് അവർ ചിരിക്കുന്നതും. മറ്റൊരു വശത്ത് നിന്ന് അതെല്ലാം ശ്രീനിവാസ് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രീനിവാസ് ഉടനെ തന്നെ മീരയുടെ അടുത്തെത്തിയിട്ട് എന്താണ് അവർ പറഞ്ഞു ചിരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. അതെല്ലാം കണക്കാക്കിയിരിക്കുവാനായി പറഞ്ഞിട്ടാണ് ശ്രീനിവാസ് അവിടെ നിന്ന് പോയത്. അങ്ങനെ മീര അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കും. എന്നാൽ പുറത്തിറങ്ങിയ സമയത്ത് മീരയ്ക്കടുത്തേക്ക് കാർത്തിക് വരും. അവന്റെ കയ്യിൽ ഒരു ഗ്രീറ്റിംഗ്സ് കാർഡും ഒരു പൂവും ഒക്കെ ഉണ്ടായിരുന്നു. അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള വരവാണത്. അത് മനസ്സിലാക്കിയ മീരയാണെങ്കിൽ കാർത്തികിനെ ഒഴിവാക്കി വിടുകയാണ് ചെയ്തതും. മീരയുടെ ഫ്രണ്ടായ പ്രിയയാണെങ്കിൽ വിക്രാന്ത് എന്ന പയ്യനുമായി പ്രണയത്തിലാണ്. ഈ വിക്രാന്ത് കാർത്തികിന്റെ ഫ്രണ്ടാണ്. അവർ രണ്ടുപേരും നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് മീര കേൾക്കുകയാണ്. മീരയ്ക്ക് അത് കേട്ടതും ഒരുപാട് സങ്കടം. അവരൊക്കെ എന്ത് ഹാപ്പി ആയിട്ടായിരിക്കുന്നത്, എനിക്ക് മാത്രം എന്താ അങ്ങനെയൊന്നും നടക്കാത്തത് എന്നൊക്കെ അവൾ ചിന്തിക്കും. അതേസമയം തന്നെ അവളുടെ അടുത്തേക്ക് ശ്രീനിവാസും വരികയാണ്. അവർ രണ്ടുപേരും ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ വെച്ച് രണ്ടുപേരും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ മീരയുടെ വീട്ടിൽ അനില നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ശ്രീനിവാസിനെ വിളിക്കുവാനായും പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസും വീട്ടിലേക്ക് വന്നു. ആന്റി, നല്ല സൂപ്പർ ഫുഡ്, ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് കഴിച്ച് എനിക്ക് മടുത്തു, ഇപ്പോഴാണ് നല്ല ഫുഡ് കഴിക്കുന്നത്, ആന്റിക്ക് എന്ത് കൈപുണ്യമാ എന്നൊക്കെ പറഞ്ഞ് അനിലയെ പുകഴ്ത്തും. എന്നിട്ട് ഫുഡ് കഴിക്കുന്നതിനിടയിൽ തന്നെ അനിലയോട് അനിലെ ആ സ്കൂളിലല്ലേ പഠിച്ചത്, അതുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അനിലയാണെങ്കിൽ തന്റെ ക്ലാസ്സിലുള്ള ഒരു പയ്യനെ എന്നെ ഇഷ്ടമായിരുന്നു, അവൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു, എനിക്കും അവനെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല എന്ന് നടിച്ചു എന്ന കാര്യമൊക്കെ അനില പറയും. രണ്ടുപേരും ആ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ശ്രീനിവാസും അവിടെ നിന്ന് സന്തോഷത്തോടെ പോകും. അടുത്ത ദിവസം സ്കൂളിലേക്ക് എത്തുന്ന മീരയാണെങ്കിൽ ഒരു കാഴ്ച കാണും. എന്തെന്നാൽ പെൺകുട്ടികൾ പടിക്കെട്ടിലൂടെ ഇറങ്ങി വരുന്നത് കാർത്തിക്കും മോന്റെ 2 കൂട്ടുകാരും ചേർന്ന് വീഡിയോ പിടിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വന്ന മീരയാണെങ്കിൽ ടീച്ചറിനടുത്ത് ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. എന്നാൽ ടീച്ചർ പറയുന്നത്, ഇതുകൊണ്ടാ ഞാൻ പറയുന്നത് സ്കർട്ടിന് നല്ല ഇറക്കം വേണമെന്ന്, ആര് കേൾക്കാനായെന്ന് ടീച്ചർ ദേഷ്യപ്പെടും. അല്ല ടീച്ചർ, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്കിത് കംപ്ലൈന്റ് ചെയ്യണമെന്നും പറയും. അന്നേ ദിവസം രാത്രി തന്നെ മീരയുടെ അച്ഛൻ വീട്ടിലേക്ക് വരികയാണ്. ജോലി സംബന്ധമായി എപ്പോഴും പുറത്തു പോകുന്നതിനാൽ മീരയുടെ അച്ഛൻ മിക്ക സമയത്തും വീട്ടിൽ കാണത്തേയില്ല.
ഫുൾ ടൈം ജോലി സംബന്ധമായി പുറത്തായിരിക്കും. അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീരയുടെ അച്ഛന്റെ ബന്ധുവിന്റെ മകളാണെങ്കിൽ 21 വയസ്സിൽ ആരോടൊപ്പമോ ഒളിച്ചോടി പോയി. 21 വയസ്സിൽ എന്തറിയാനാ കുട്ടികൾക്ക് എന്നൊക്കെ അച്ഛൻ പറയുന്ന സമയത്ത് അനില ചോദിക്കും, നിങ്ങൾ 21 വയസ്സിലാ എന്നെ പ്രപ്പോസ് ചെയ്തത്, അപ്പോൾ അതൊരു തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു തെറ്റല്ല എന്നൊക്കെയുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു ചിരിക്കും. എന്നാൽ അത് കേട്ടതും അമ്മയുടെ മുഖം ഒന്ന് മാറും. അച്ഛൻ വീണ്ടും അടുത്ത ദിവസം ജോലിക്കാര്യമായി പുറത്തേക്കും പോകും. അന്നേ ദിവസം തന്നെ വീട്ടിലിരുന്ന് പഠിക്കുകയായിരുന്ന മീരയാണെങ്കിൽ ശ്രീനിവാസിനെയും വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നാൽ അനിലയ്ക്കാണെങ്കിലോ വല്ലാത്ത പേടിയായിരുന്നു. ഇവിടെ ഇരുന്ന് പഠിക്കുന്നതൊക്കെ കൊള്ളാം, കഥ എപ്പോഴും തുറന്നിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അനില അടുക്കളയിലേക്ക് പോയതും. എന്നാൽ പഠിക്കുന്നെന്ന് പറഞ്ഞിരുന്ന അവരാണെങ്കിലോ കയ്യിലൊക്കെ പിടിച്ച് ഉമ്മ കൊടുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നതും. ശ്രീനിവാസ് ഓവറായിട്ട് തന്റെ അടുത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയ മീരയാണെങ്കിൽ നമുക്ക് കുറച്ചുനേരം പഠിക്കാം, പഠിത്തത്തിലുള്ള എന്റെ ശ്രദ്ധ പോകുന്നു എന്ന് പറയുമ്പോൾ ശ്രീനിവാസിന് ദേഷ്യം വരും. ഓ, നീ ഇവിടെ ഇരുന്ന് പഠിച്ചോ, ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീനിവാസ് പുറത്തേക്ക് പോകും. ശ്രീനിവാസ് പോയതും മീരയ്ക്ക് പിന്നെ പഠിക്കാനുള്ള ശ്രദ്ധയെല്ലാം പോയിരുന്നു. അവൾ പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ശ്രീനിവാസ് അനിലയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള അനിലയുടെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നതും. കുറച്ചുനേരം മീരയും അതൊക്കെ കേട്ട് രസിച്ചു തന്നെ നിൽക്കും. എങ്ങനെയും അവനെ അകത്തേക്ക് വിളിക്കണമെന്ന് മീര തീരുമാനിച്ചു. അവൾ റൂമിലേക്ക് ചെന്ന് ഒരു പാട്ട് പ്ലേ ചെയ്യും. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞ് അവനും അകത്തേക്ക് വരും. രണ്ടുപേരും പാട്ടിട്ടിട്ട് ഡാൻസ് ചെയ്യുവാനായും തുടങ്ങി. അത് കണ്ടുകൊണ്ട് അനിലയും കയറി വരികയാണ്. എന്നാൽ ശ്രീനിവാസ് ആണെങ്കിൽ മീരയുടെ കയ്യിലേക്ക് പിടിച്ചാണ് കളിക്കുന്നത്. അത് കണ്ടതും അനിലയാണെങ്കിൽ തന്റെ മകളുടെ കയ്യിൽ നിന്നും വിടുവാനായിട്ട് ഡാൻസ് കളിച്ച് അവനടുത്തേക്ക് ചെന്ന് അനില അവന്റെ കയ്യിൽ പിടിച്ച് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നു. അന്നേ ദിവസം അവരെല്ലാവരും ഹാപ്പിയായിരുന്നു. അടുത്ത ദിവസം പ്രോഗ്രസ് കാർഡ് കൊടുക്കുന്നതിന്റെ മീറ്റിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ ടീച്ചറാണെങ്കിൽ ആ 3 കുട്ടികളെയും പറ്റി അവരുടെ പാരന്റ്സിനോട് കംപ്ലൈന്റ് പറയും. പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ അതെല്ലാം വീഡിയോ പിടിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതിനാൽ പാരന്റ്സിനൊക്കെ വല്ലാത്ത ദേഷ്യമായിരുന്നു. അവരെ 3 പേരെയും മുറ്റിക്കൊടുത്തത് മീരയാണെന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് മീരയോട് അവർക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. അതേസമയം തന്നെ മീരയുടെ അച്ഛനും അമ്മയോടും മീരയെ പറ്റി പുകഴ്ത്തിയാണ് ടീച്ചർ സംസാരിക്കുന്നത്. ഇവൾ നന്നായി പഠിക്കും, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാകും. അതേസമയം തന്നെ ടീച്ചർ മീരയോട് മാറ്റി നിർത്തിയിട്ട് പറയും, നിന്റെ കൂട്ടുകാരി പ്രിയയില്ലേ, അവൾ പഠിത്തത്തിലൊക്കെ ഇപ്പോൾ വലിയ ഉഴപ്പാണ്. വിക്രാന്തുമായിട്ടുള്ള ബന്ധത്തെ പറ്റി എനിക്കറിയാം, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഉഴപ്പിപ്പോകുന്നത്. ആ വിക്രാന്ത് ആള് ശരിയല്ല, അവനിൽ നിന്ന് പ്രിയെ പറഞ്ഞ് മാറ്റണമെന്നും മീരയോട് പറയുന്നു. മീരയും അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മീരയും ശ്രീനിവാസും കൂടി ആരും അറിയാതെ കഫേയിലേക്ക് പോകും. അവിടെ വെച്ച് അവർ സെക്സ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. പൊസിഷനൊക്കെ മനസ്സിലാക്കിയ മീരയാണെങ്കിൽ അതെല്ലാം ഒരു ഡയറിയിൽ നോട്ട് ചെയ്തു വെച്ചിട്ട് വീട്ടിൽ വന്ന് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം മീരയുടെ കൂട്ടുകാരിയായ പ്രിയയാണെങ്കിൽ തിയേറ്ററിൽ പോകുവാനായി തീരുമാനിച്ച കാര്യം മീര അമ്മയോട് പറയും. ഞാനും പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അനില അതിന് സമ്മതിക്കുന്നു. എന്നാൽ അച്ഛനാണെങ്കിൽ എന്തിനാ അവളെ തിയേറ്ററിലേക്ക് പറഞ്ഞു വിടുന്നത്, പഠിക്കാനുള്ള കാര്യം നോക്കുവാനായും പറയും. പക്ഷേ മീര പറയുന്നത് ഒരു 3 മണിക്കൂറല്ലേ, 3 മണിക്കൂർ കൊണ്ട് എന്താകാനാ എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുവാനായി തയ്യാറാക്കുന്നതും. അച്ഛന് സമ്മതിക്കും. എന്നാൽ മീര ഇടുന്ന ഡ്രസ്സാണെങ്കിൽ അച്ഛന് ഒട്ടും ഇഷ്ടമായതേയില്ല. എന്തിനാ നീ ഇത്രയും ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇടാൻ ഇവളെ സമ്മതിക്കുന്നതെന്ന് അനിലയോട് ചോദിക്കും. അതിനെന്താ കുഴപ്പം, ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അല്ലേ ഇടുന്നതെന്നും അനില പറയും. പ്രിയ അവിടെ വന്നതും രണ്ടാളും കൂടി പുറത്തേക്ക് പോകും. പ്രിയയോടൊപ്പം മീര മാത്രമല്ലായിരുന്നു, ആ 3 കുട്ടികളും ഉണ്ടായിരുന്നു. പ്രിയ പറയും, അവർക്ക് 3 പേർക്കും നിന്നോട് വലിയ ദേഷ്യമാണെന്നാണ് തോന്നുന്നത്, നീയല്ലേ അവരെ ഒറ്റിക്കൊടുത്തത്, അക്കാര്യം അവർക്ക് അറിയാമെന്ന് പറയും. എന്നാൽ മീരയാണെങ്കിൽ പ്രിയോട് പറയും, ഞാൻ യഥാർത്ഥത്തിൽ നിന്നോടൊപ്പം വന്നത് സിനിമ കാണാനല്ല, ഞാൻ ശ്രീനിവാസിനൊപ്പം പോവുകയാണ്, കള്ളം പറഞ്ഞാണ് ഞാൻ നിന്നോടൊപ്പം വന്നതെന്ന് പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് അവൾ ശ്രീനിവാസിനടുത്തേക്ക് പോകും. ശ്രീനിവാസ് ആരും അറിയാത്ത ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അവിടേക്കാണ് അവളും പോയത്. അവിടെ വെച്ച് രണ്ടുപേരും കിസ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായി തുടങ്ങുന്ന സമയത്ത് അവളാണെങ്കിൽ ബേക്കിലോട്ട് മാറും. നീ ചെയ്യുന്നത് കണ്ടാൽ നിനക്ക് എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ തോന്നുന്നത്, നീ ആരുമായിട്ടെങ്കിലും മുൻപേ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് മീര ചോദിക്കും. അപ്പോൾ ശ്രീനിവാസ് പറയും, എനിക്കൊരു എക്സ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവളോടൊപ്പം ഞാനിത് ചെയ്തിരുന്നു. അത് കേട്ട മീരയാണെങ്കിൽ, പിന്നെ നീ എന്തിനാ ഒന്നും അറിയാത്തതുപോലെ കഫേയിൽ വെച്ച് പെരുമാറിയത്? അത് നീ ഒന്നും അറിയാതെ നിഷ്കളങ്കമായി പെരുമാറുന്നത് കണ്ട് അത് എൻജോയ് ചെയ്യാനായിട്ടാണ് ഞാനും അങ്ങനെ ചെയ്തതെന്ന് പറയും. അത് കേട്ടതും മീരയ്ക്ക് ദേഷ്യം വന്നു. മീര അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് അമ്മയോട് പറയും, ഞാൻ പ്രിയയോടൊപ്പം സിനിമയ്ക്കൊന്നും പോയില്ല, അവളോടൊപ്പം ആ 3 പിള്ളേരും ഉണ്ടായിരുന്നു, അത് കാരണം എനിക്ക് ദേഷ്യം വന്നു, ഞാൻ പിന്നെ ലൈബ്രറിയിലേക്കാണ് പോയത്. അപ്പോൾ അമ്മ ചോദിക്കും, ലൈബ്രറിയിൽ പോയെങ്കിൽ ബുക്കൊക്കെ എവിടെ? മീര പറയും, ഞാൻ ബുക്കൊന്നും എടുത്തില്ല, അവിടെ ഇരുന്ന് വായിച്ചിട്ടാണ് വന്നതെന്ന് പറയും. എന്നാൽ മീര പറയുന്നത് കള്ളമാണെന്ന് അനിലയ്ക്ക് മനസ്സിലായി. അനില മീരയോട് ദേഷ്യപ്പെടും.
നീ ഇനി മുതൽ ഇതുപോലെ ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊന്നും ഇടരുത്. ശ്രീനിവാസ് പഠിക്കാനായിട്ട് വന്നാൽ നീ നിന്റെ റൂമിലിരിക്കണം, അവൻ പുറത്തിരുന്നോളും എന്നും പറയും. അടുത്ത ദിവസം തന്നെ ശ്രീനിവാസ് പഠിക്കുവാനായും എത്തി. മീരയുടെ റൂമിലിരുന്നു. ശ്രീനിവാസ് ആണെങ്കിൽ അനിലയുടെ റൂമിലാണ് ഇരുന്നത്. അനില കുളിക്കുവാനായി പോയ സമയം മീരയുടെ റൂമിലേക്ക് ശ്രീനിവാസ് വരും. എന്നിട്ട് രണ്ടുപേരും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ പോയിരിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് വന്നിട്ട് ശ്രീനിവാസിനോടൊപ്പം സംസാരിച്ചു കൊണ്ടൊക്കെയിരിക്കും. അതൊന്നും മീരയ്ക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. കുറച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുകയായിരിക്കുമെന്നറിയാൻ മീര വന്ന് നോക്കിയ സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ സെറ്റിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ശ്രീനിവാസ് ആണെങ്കിലോ കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. ഉടനെ തന്നെ അനിലയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ശ്രീനിവാസിന്റെ അടുത്തേക്ക് വരും. മീര അവിടെ ഇരിപ്പുണ്ട്. അവൻ ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ, നീ പോയിരുന്ന് പഠിക്കുവാനായി പറഞ്ഞു. എന്നിട്ട് അനിലയാണെങ്കിൽ ശ്രീനിവാസിന്റെ അടുത്തേക്ക് ഇരിക്കും. ഒരു ബുക്കും വായിച്ചാണ് ഇരിക്കുന്നതും. ഉറക്കമുണർന്ന ശ്രീനിവാസ് എന്ത് ബുക്കാ ആന്റി പഠിക്കുന്നതെന്ന് ചോദിച്ച് ആ ബുക്ക് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി വായിച്ചു നോക്കുമ്പോൾ കുറച്ച് ഹോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയുള്ള ബുക്കായിരുന്നു അത്. ഇതാണോ വായിക്കുന്നത് എന്ന് ചോദിച്ച് അവനും ചിരിക്കുകയാണ്. അമ്മ അവന്റെ കയ്യിൽ നിന്ന് ബുക്ക് പിടിച്ചു വാങ്ങാൻ നോക്കുന്നതൊക്കെ മീര കണ്ടുകൊണ്ടുവരും. അത് കണ്ട് ദേഷ്യം വന്ന മീരയാണെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെയാണോ വാങ്ങുന്നതെന്ന് അവൾ ചോദിക്കും. അതിനൊന്നും മറുപടി ഇല്ലാതിരുന്ന അനിലയാണെങ്കിൽ നേരെ കിച്ചണിലേക്ക് ചെന്ന് 3 പേർക്കും ചായ ഉണ്ടാക്കും. എന്നിട്ട് അവൾ കയ്യിലെടുത്തുകൊണ്ട് വന്നത് ശ്രീനിവാസിനും അനിലയ്ക്കും വേണ്ടിയുള്ള ചായ മാത്രമായിരുന്നു. മീര അത് ശ്രദ്ധിച്ച് ദേഷ്യം വന്ന് അവൾക്കുണ്ടാക്കി വെച്ചിരുന്ന കോഫിയാണെങ്കിൽ അടുക്കളയിൽ ചെന്ന് എടുത്തു കുടിക്കുകയും ചെയ്യുന്നു. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവൾക്കത്ര ഇഷ്ടമാകുന്നതേയില്ല. അന്നേ ദിവസം തന്നെ മീര ഒരു കാര്യം റെക്കോർഡ് ചെയ്യും. അന്ന് നമ്മള് മലയുടെ മുകളിൽ പോയി ഒന്നിച്ചിരുന്നല്ലോ, അന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അതുപോലെ നമുക്ക് ഒരിക്കൽ കൂടി പോയാലോ, അതുപോലെ നമുക്ക് ഒരിക്കൽ കൂടി ചെയ്താലോ എന്നൊക്കെ അവനോട് ചോദിച്ചായിരുന്നു വോയിസ് റെക്കോർഡ് ചെയ്തതും. അടുത്ത ദിവസം സ്കൂളിലെത്തി ശ്രീനിവാസിനെ കാണുവാനായിട്ട് മീര ചെല്ലും. എന്നിട്ട് അവന്റെ കയ്യിൽ ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഏൽപ്പിക്കും. എന്നിട്ട് ഇതൊന്ന് കേട്ടു നോക്ക്, എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് പറയാനായും പറയുന്ന സമയത്ത് അവളുടെ ടീച്ചറാണെങ്കിൽ അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച മീരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകും. ടീച്ചറിനെ നേരിട്ട് കണ്ടാൽ എന്ത് പറയണമെന്ന് ആലോചിച്ചു കൊണ്ടാണ് പോകുന്നതും. പക്ഷെ ടീച്ചറാണെങ്കിൽ അവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രിയയെ തന്നെയായിരുന്നു. പ്രിയ വിക്രാന്തമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ടീച്ചർ ശ്രദ്ധിക്കുന്നതും. അത് മനസ്സിലാക്കിയ മീരയാണെങ്കിൽ പ്രിയയും കൂട്ടി മറ്റൊരു മുറിയിലേക്ക് പോകും. നിന്നെയാണ് ടീച്ചർ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത്. ടീച്ചറിന് നീ വിക്രാന്തമായിട്ടുള്ള ബന്ധം അറിയാം. ടീച്ചറിന് അത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ടീച്ചറിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്കെന്താ, ഞാൻ എന്തിനാ അതൊക്കെ നോക്കുന്നത്? പിന്നെ നീയും ശ്രീനിവാസും തമ്മിലുള്ള ബന്ധമൊക്കെ എനിക്കറിയാം. അത് ഏത് തരത്തിലുള്ള ബന്ധമാണെന്നും എനിക്കറിയാമെന്ന് അവൾ പറയും. പക്ഷെ അതിനൊന്നും മീരയ്ക്ക് മറുപടിയില്ലായിരുന്നു. വീട്ടിലെത്തിയ മീര ശ്രീനിവാസിന്റെ കോട്ടും ബാഗും ഒക്കെ അവരുടെ സെറ്റിയിൽ ഇരിക്കുന്നത് കാണും. അത് കണ്ടതും മീരയ്ക്ക് ടെൻഷൻ ആകുവാനായി തുടങ്ങി. എവിടെയെന്ന് അന്വേഷിച്ചു ചെല്ലുന്ന സമയത്ത് ശ്രീനിവാസും മീരയുടെ അമ്മയും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് അവൾ കണ്ടത്. അത് കണ്ടതും മീരയ്ക്ക് എന്തോ സംശയവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്നു. മീരയെ കണ്ടതും അനില കോഫി ഉണ്ടാക്കുവാനായും പോയി. അപ്പോൾ മീരയാണെങ്കിൽ ശ്രീനിവാസിനോട് ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയാ സംസാരിച്ചു കൊണ്ടിരുന്നത്? നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ തന്ന റെക്കോർഡ് കേട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശ്രീനിവാസ് ആണെങ്കിൽ അയ്യോ ഞാൻ കേട്ടില്ല, മറന്നുപോയെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് മീര ചോദിക്കുമ്പോൾ അത് അമ്മ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നും പറയും. അതേസമയം തന്നെ അനില കോഫി ഉണ്ടാക്കിയതിനാൽ അവർ രണ്ടുപേരും കോഫി കുടിക്കുവാനായും പോയി. ശ്രീനിവാസിന്റെ ബർത്ത്ഡേ വരുന്ന കാര്യം അനില അറിയുകയാണ്. അനില ഉടനെ തന്നെ ശ്രീനിവാസിനെ ഫോൺ വിളിച്ചിട്ട് നിന്റെ പിറന്നാളല്ലേ, നീ ഇവിടെ വന്ന് നിൽക്ക്, നമുക്ക് ഇവിടെ ആഘോഷിക്കാമെന്നും പറയും. അത് കേട്ടതും മീരയ്ക്കും ഒരുപാട് സന്തോഷമായി. കാര്യം ആ ഒരു ദിവസം ശ്രീനിവാസ് അവളുടെ വീട്ടിലാണല്ലോ താമസിക്കുവാനായും പോകുന്നത്. അതുകൊണ്ട് ടെറസിന് മുകളിലായിട്ട് ആരും അറിയാതെ ഒരു ബെഡ് കൊണ്ടുവന്ന് അവൾ ഒളിപ്പിച്ചു വെക്കും. എന്തെന്നാൽ ശ്രീനിവാസ് വന്നു കഴിഞ്ഞാൽ അമ്മ അറിയാതെ അവന്റെ ടെറസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ നടത്താമെന്നായിരുന്നു അവളുടെ പ്ലാൻ. അങ്ങനെ ബർത്ത്ഡേ ദിവസം ശ്രീനിവാസ് വീട്ടിലേക്കും എത്തി. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീനിവാസ് ആദ്യത്തെ കേക്ക് എടുത്തു കൊടുത്തത് അമ്മയ്ക്കായിരുന്നു. അത് മീരയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. രണ്ടാമതാണ് മീരയ്ക്ക് കൊടുത്തതും. അവൾക്കാണെങ്കിൽ ദേഷ്യം വന്ന് തന്നെ നിൽക്കുകയാണ്. കിടക്കാനായി പോകുന്ന സമയത്ത് ശ്രീനിവാസിനെ സെറ്റിയിൽ കിടത്താമെന്ന് തീരുമാനിക്കും. എന്നാൽ അനിലയ്ക്ക് അത് ആകെ വിഷമം. ശ്രീനിവാസെങ്കിൽ മീരയുടെ റൂമിൽ കിടന്നോട്ടെ, മീര എന്റെ റൂമിൽ കിടന്നു എന്ന് പറയും. എന്നാൽ മീരയ്ക്കാണെങ്കിലോ ശ്രീനിവാസുമായി ടെറസിൽ പോകണമെന്നാണല്ലോ ആഗ്രഹം. അവൻ ഈ സെറ്റിയിൽ കിടക്കട്ടെ, എന്റെ റൂമിൽ ആരും കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അത് കേട്ട അനിലയാണെങ്കിൽ എന്നാൽ ശരി, ശ്രീനിവാസ് എന്റെ റൂമിൽ വന്ന് കിടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അനില ശ്രീനിവാസിനെ കൂട്ടി തന്റെ റൂമിലേക്ക് പോകും.
പക്ഷെ മീര കരുതിയത് ശ്രീനിവാസിനെ റൂമിൽ വെച്ച് കിടത്തിയിട്ട് അമ്മ തന്റെ മുറിയിലേക്ക് വരുമെന്നായിരുന്നു. പക്ഷെ വന്നില്ല. അനില കതകും അടച്ച് ശ്രീനിവാസിനൊപ്പം കിടക്കുവാനായും പോയി. മീരയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. എങ്ങനെയെങ്കിലും ഒരു 5 മണിയായാൽ ശ്രീനിവാസിനെ വിളിച്ചുണർത്തി പഠിക്കാനായിട്ട് ഇരിക്കാമല്ലോ എന്ന് തീരുമാനിക്കും. അനില പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പഠിക്കാനായി പോകുന്ന സമയത്ത് ശ്രീനിവാസിനെ വിളിച്ചാൽ മതിയെന്ന്. 4:30 മണിയായപ്പോൾ ഉടനെ തന്നെ അവൾ ഉറക്കമുണർന്ന് അമ്മയുടെ മുറിയിലേക്ക് പോകും. അമ്മയാണെങ്കിലോ റൂം പൂട്ടിയിരിക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞാണ് അമ്മ റൂം തുറന്നതും. അതെല്ലാം മീരയുടെ മനസ്സിൽ എന്തൊക്കെയോ മോശമായിട്ടുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ ശ്രീനിവാസിനെ വിളിച്ചുണർത്താനായി ചെന്ന സമയത്ത് ശ്രീനിവാസ് നല്ല ഉറക്കമായിരുന്നു. 1 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി അവൾ വീണ്ടും റൂമിലേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞു വന്നപ്പോഴും ശ്രീനിവാസ് നല്ല ഉറക്കമായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു മീര. മീര ടെറസിന് മുകളിൽ ചെന്ന് ആ ഒരു ബെഡേക്ക് വലിച്ചു ദൂരേക്ക് എറിയും. എന്നിട്ട് അവൾ താഴെ വന്ന സമയത്തായിരുന്നു ശ്രീനിവാസും ഉറക്കമുണർന്നു വന്നത്. അതെ, ഇന്നലെ ഞാൻ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി. നിന്റെ അമ്മ ഒരുപാട് നേരം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഞാൻ അതുകൊണ്ടാ പഠിക്കാനായിട്ട് ഇറങ്ങി വരാത്തതെന്നും പറയും. എന്നിട്ട് അവളെ തൊടുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അവളാണെങ്കിലോ അതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുകയാണ്. നീ ആ വോയിസ് റെക്കോർഡ് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അങ്ങനെ അവൻ ആ വോയിസ് റെക്കോർഡ് കേട്ടതിന് ശേഷം അവളോട് അതിന് സമ്മതിക്കുകയും ചെയ്തു. രണ്ടുപേരും ആരും അറിയാതെ ഒരു മലയിലേക്കും പോവുകയാണ്. മീര തന്റെ കയ്യിൽ സേഫ്റ്റിക്കുള്ള കാര്യം കരുതിയിട്ടാണ് വന്നത്. അവിടെ വെച്ച് അവർ രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിലും ഏർപ്പെടും. അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം മീര പഠിത്തത്തിലേക്ക് നല്ല ഉഴപ്പായിരുന്നു. മാർക്കൊക്കെ വന്നപ്പോൾ നല്ല മാർക്ക് കുറവും. എന്താ നീ ഇങ്ങനെ, കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിക്കണമെന്നും സാർ അവളോട് പറയുകയാണ്. മീരയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമാണ്. ശ്രീനിവാസ് അമ്മയോട് മിണ്ടുന്നതെന്നും അവൾക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അങ്ങനെ ഇരിക്കെ അവരുടെ സ്കൂളിലെ സെന്റ് ഓഫ് ദിവസം എത്തി. എല്ലാ കുട്ടികളും സാരി ഉടുത്താണ് വരുന്നതും. സാരി ഉടുക്കാനായിട്ട് മീര ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീരയെ സാരി ഉടുപ്പിക്കുന്നതും ആ ഒരു ടീച്ചറായിരുന്നു. ടീച്ചറിന് മീരയോട് വലിയ കാര്യമാണ്. അതേസമയം തന്നെ മീരയുടെ അമ്മ അവിടേക്ക് വരും. അമ്മയാണെങ്കിൽ അവളെ സാരി ഉടുപ്പിക്കുവാനായി നോക്കുന്ന സമയമെല്ലാം മീരയ്ക്ക് അമ്മയോട് വലിയ ദേഷ്യമായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്നും അറിയാതെ പിന്നെ അവളുടെ ദേഹത്ത് കൊണ്ടപ്പോൾ അവൾ ദേഷ്യപ്പെടും. അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് പിന്നീട് ചെയ്തതും. എന്നാൽ മീരയാണെങ്കിൽ ശ്രീനിവാസിനെ അന്വേഷിച്ച് വരുന്ന സമയത്ത് ശ്രീനിവാസ് അമ്മയോട് നിന്ന് സംസാരിക്കുന്നത് മീര കാണും. മീരയ്ക്കപ്പോൾ ദേഷ്യം സഹിക്കാനായി പറ്റുന്നതുമില്ല. അങ്ങനെ സെന്റ് ഓഫ് ആയതിനാൽ അസംബ്ലിയും വിളിച്ചു കൂടുകയായിരുന്നു. അവർക്കൊരു ടാസ്ക് കൊടുക്കും. എന്തെന്നാൽ മീര പ്രിൻസിപ്പാളായിട്ട് അഭിനയിക്കണം. ബാക്കി 3 പേരെ അവിടെയുള്ള ബാക്കി ടീച്ചേഴ്സും സ്റ്റാഫുമായിട്ടൊക്കെ അവർ സെറ്റ് ചെയ്യും, ഒരു നാടകം പോലെ. സ്റ്റാഫുകളായി തിരഞ്ഞെടുത്ത 3 പേരാരെന്നാൽ കാർത്തിക്കും കൂട്ടരും തന്നെയായിരുന്നു. കാർത്തിക്കിനും കൂട്ടർക്കും മീരയോട് വലിയ ദേഷ്യമായിരുന്നല്ലോ. അവരെ ഒറ്റിക്കൊടുത്തത് മീരയാണല്ലോ. ഇതിലിട്ട് എങ്ങനെയെങ്കിലും മീരയ്ക്ക് പണി കൊടുക്കണമെന്നും അവന്മാർ തീരുമാനിക്കും. മീര പ്രിൻസിപ്പാളായി അഭിനയിക്കുന്ന സമയം സ്റ്റാഫുകളായി അഭിനയിച്ച അവരാണെങ്കിൽ അസംബ്ലിയിൽ നിന്നും കുട്ടികളെ പറഞ്ഞുവിടുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ദേഷ്യപ്പെട്ട് മീര അവിടെ നിന്ന് പോകുമ്പോൾ പ്രിൻസിപ്പാൾ മാഡം എന്നൊക്കെ പുറകെ വിളിച്ച് കളിയാക്കി ഓടി വരുന്നുമുണ്ട്. അതെല്ലാം ശ്രീനിവാസ് ശ്രദ്ധിക്കുന്നു. പക്ഷേ മീരയെ സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യം പോലും അവൻ ചെയ്യുന്നതുമില്ല. അതെല്ലാം മീരയ്ക്ക് മനസ്സിലായി. മീരയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നേരെ അവിടെ നിന്ന് പോയത് ടെറസിലേക്കായിരുന്നു. പക്ഷെ ടെറസിന്റെ ഡോർ തുറക്കുവാനായി പറ്റുന്നില്ല. അതിന്റെ ചാവി ഒരു ടീച്ചറിന്റെ കയ്യിലായിരുന്നു. പുറകെ വന്ന ശ്രീനിവാസിനോട്, നീ എന്താ അത്രയും കാര്യം അവിടെ നടന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? ശ്രീനിവാസ് പറയും, അത് ഞാനതിൽ ഇടപെടണ്ട എന്ന് കരുതിയതാണ്. അവരെ സ്വഭാവം നിനക്ക് അറിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ശ്രീനിവാസ് സംസാരിക്കും. എനിക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ ചാവി വേണം, ടീച്ചർ തരില്ലല്ലോ എന്നവൾ പറയുമ്പോൾ, അതോ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. ഓരോരുത്തരടുത്തും ഏത് രീതിയിൽ സംസാരിച്ചാൽ അതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രീനിവാസ് പോയതും. ശ്രീനിവാസ് പറഞ്ഞതിൽ വേറെന്തൊക്കെയോ അർത്ഥമുണ്ടല്ലോ എന്നവൾ ചിന്തിക്കും. ഒരാളോട് ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാൽ അവരിൽ നിന്നും ഓരോ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാമെന്ന്. എന്തായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ച മീരയാണെങ്കിൽ അവൻ ടീച്ചറിനോട് പോയി സംസാരിക്കുന്നത് മീര ശ്രദ്ധിക്കും. ടീച്ചറിനോട് എന്തൊക്കെയോ സംസാരിക്കുന്ന സമയത്ത് ടീച്ചർ അവന് ചാവി കൊടുക്കുകയും ചെയ്തു. അതേസമയം മീരയെ ഫോളോ ചെയ്തു വന്ന ആ 3 കുട്ടികളും മീര ടെറസിന്റെ പരിസരത്ത് നിൽക്കുന്നത് കണ്ട് പ്രിൻസിപ്പാൾ മാഡം എന്നൊക്കെ വിളിച്ച് അവളുടെ പിറകെ വരും. അവളാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അവർ 3 പേരും ചേർന്ന് അവളെ ഉപദ്രവിക്കുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. അവൾ ഓടി വന്ന് ഒരു ക്ലാസ് റൂമിനകത്ത് കയറി കതകടയ്ക്കും. എന്നിട്ട് അവൾ അവളുടെ അമ്മയെ വിളിക്കുവാനായി ശ്രമിക്കുന്നു. ടീച്ചറിനെയും വിളിച്ച് കാര്യം പറയും. ടീച്ചർ ഉടനെ തന്നെ അവിടേക്ക് എത്തും. എന്നിട്ട് വാതിലിന് പുറത്തു നിന്ന 3 കുട്ടികളെയും ടീച്ചർ വഴക്ക് പറയും. എന്നാൽ ആ കുട്ടികൾ പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളെ മീരയും ശ്രീനിവാസും ഒരുമിച്ച് മോശമായി പെരുമാറുന്നത് കണ്ടു, അതുകൊണ്ട് അവളെ ഓടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ ടീച്ചറിന് ആകെ ദേഷ്യം. കാരണം എന്തെന്നാൽ ശ്രീനിവാസും മീരയും ഒക്കെ സംസാരിക്കുന്നത് ടീച്ചർ കണ്ടിരുന്നല്ലോ. ടീച്ചർ ഉടനെ തന്നെ മീരയ്ക്ക് അടുത്തേക്ക് വന്ന്, നീയും ശ്രീനിവാസും അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കും. മീരയാണെങ്കിൽ ഞങ്ങളൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കവേ തന്നെ അനില അവിടേക്ക് വരും. അനിലയോട് ടീച്ചർ പറയും, നിങ്ങളുടെ മകളും ആ ശ്രീനിവാസും എന്താണ് ടെറസിൽ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ
എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനിലയോട് പറയും. എന്നാൽ അനിലയാണെങ്കിൽ എന്റെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് എന്റെ മകളെ വിശ്വാസമാണെന്ന് പറയുമ്പോൾ എന്റെ മകൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ലെന്ന് അനില പറയും. അത് കേട്ട ടീച്ചറാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആ ശ്രീനിവാസ് വരുന്ന കാര്യമെല്ലാം ഞങ്ങൾക്കറിയാമെന്ന് പറയും. എന്നാൽ അനില പറയുന്നത് എന്റെ വീട്ടിൽ ആര് വരണം വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, ആരെങ്കിലും ഒരാൾ വന്നാൽ അത് മോശമായിട്ടുള്ള കാര്യമാകുമോ എന്നൊക്കെ അനിൽ ചോദിച്ചിട്ട് മകളെയും വിളിച്ച് അവിടെ നിന്ന് പോകുന്നു. ശ്രീനിവാസ് അവരുടെ വീട്ടിൽ വരുന്ന കാര്യമെല്ലാം മനസ്സിലാക്കിയ ടീച്ചറാണെങ്കിൽ ഒരിക്കൽ മീരയോട് അത് വാൺ ചെയ്തിരുന്നതാണ്. പക്ഷെ മീര അതൊന്നും മൈൻഡ് ചെയ്തതേയില്ല. മീരയും കൂട്ടി അനില പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് അനിലയൊക്കെ കളിയാക്കിയ രീതിയിൽ കാർത്തികും കൂട്ടരും ഉണ്ടായിരുന്നു. അവളുടെ സ്കൂട്ടിയിൽ തന്നെ കയറിയിരിക്കുകയാണ് ചെയ്യുന്നതും. അത് കണ്ട് ദേഷ്യം വന്ന അനിലയാണെങ്കിൽ എഴുന്നേക്കട എന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് മീരയെ കൂട്ടി പോകുന്നതും. സ്കൂട്ടിയിൽ പോകുകയായിരുന്ന മീരയാണെങ്കിൽ സങ്കടം സഹിക്കാനാകാതെ അനിലയെ കെട്ടിപ്പിടിച്ച് കരയുന്നുമുണ്ട്. അടുത്ത ദിവസം തന്നെ പഠിക്കുവാനായിട്ട് ശ്രീനിവാസ് വീട്ടിലേക്ക് വരും. എന്നാൽ മീരയ്ക്കാണെങ്കിൽ അവനോടൊട്ടും താല്പര്യമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. മീര ചോദിക്കും, നീ അന്ന് എന്നോട് പറഞ്ഞില്ലേ ഓരോരുത്തരടുത്തും ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന്, നീ എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? അപ്പോൾ എന്നോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിന്നോട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് നിനക്ക് താല്പര്യം. അത് കേട്ടുകൊണ്ടുവന്ന അനിലയാണെങ്കിൽ അപ്പോൾ എന്നോട് എങ്ങനെയാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതോ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യില്ലേ, അമ്മയുടെ കുക്കിങ്ങിനെ പുകഴ്ത്തി പറഞ്ഞാൽ അമ്മ ഫ്ലാറ്റ് ആണെന്നും പറയും. അത് കേട്ട് ചിരിച്ചുകൊണ്ട് അനില അവിടെ നിന്ന് പോകും. എന്നാൽ അവൻ പറഞ്ഞത് കള്ളമാണെന്ന് മീരയ്ക്ക് മനസ്സിലായി. നീ അമ്മയോട് പറഞ്ഞത് കള്ളമല്ലേ, സത്യം പറ, അമ്മയോട് നീ എങ്ങനെയാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസ് പറയും, അതെ, അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് കള്ളമാ. അമ്മയാണെങ്കിൽ ലോൺലി ആയിട്ടല്ലേ ജീവിക്കുന്നത്, അമ്മ ഒറ്റപ്പെട്ടതുപോലെയല്ലേ ജീവിക്കുന്നത്, അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ മെന്റൽ സപ്പോർട്ട് പോലെയൊക്കെ കൊടുത്താൽ അമ്മ ഫ്ലാറ്റ് ആണെന്ന് പറയും. അതെല്ലാം കേൾക്കുന്ന മീരയ്ക്കാണെങ്കിൽ ഇവൻ ആള് ശരിയല്ല, ഇവൻ ആളുകളെയൊക്കെ എങ്ങനെ പറഞ്ഞു വളച്ച് അവർ തന്റെ പരിധിക്ക് കൊണ്ടുവരാമെന്ന് അറിയാവുന്ന രീതിയിലുള്ള പയ്യനാണ്, ഇവനെ സൂക്ഷിക്കണമെന്നും അവളുടെ മനസ്സ് പറയുവാനായി തുടങ്ങി. ഇവന് സ്ത്രീകളെയൊക്കെ എങ്ങനെ വളയ്ക്കാമെന്നറിയാം, താൻ ഇത്രയും നാൾ സഹകരിച്ചത് ഒരു റോങ് ആയിട്ടുള്ള ആളിനോടൊപ്പമാണല്ലോ എന്ന് മീരയ്ക്ക് മനസ്സിലായി. അവളുടെ മനസ്സെരിയുകയാണ് ചെയ്തുകൊണ്ടിരുന്നതും. പോകുവാനായിട്ട് ഇറങ്ങിയ ശ്രീനിവാസ് ആണെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച പഠിക്കാനായി വരാമെന്ന് പറയും. പക്ഷെ അതിന് മീരയ്ക്ക് മറുപടിയില്ലായിരുന്നു. എന്താ വരണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് മീര മിണ്ടാതെ നിൽക്കും. അതെല്ലാം അനിലയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മീരയാണെങ്കിൽ ടെറസിലേക്ക് പോകും. അനിലയും മീരയോടൊപ്പം ചെല്ലുന്നു. ഞാൻ അമ്മയ്ക്ക് എണ്ണ തേപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അനില അതിന് സമ്മതിക്കും. എന്നിട്ട് മീര അനിലയുമായിട്ട് കൂടുതൽ അടുക്കുവാനായി തുടങ്ങി. അനിലയുടെ തലയിൽ എണ്ണയൊക്കെ തേപ്പിച്ച് അവൾ അനിലയെ കെട്ടിപ്പിടിച്ച് കരയും. അനിലയുടെ മുഖത്തേക്ക് മീരയുടെ കണ്ണുനീരൊക്കെ വീഴുന്നുണ്ടായിരുന്നു. ടീനേജ് പ്രായത്തിൽ പെൺകുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളും തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ തുറന്നു കാട്ടുന്ന ഈ ഒരു സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എന്റെ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.